സാധാരണ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ എല്ലാം ഉണ്ടാക്കല്, അതിന്റെ സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ആണ് നമ്മുടെ ഐറ്റം. അതൊരു തായ്ലൻഡ് വിഭവമാണ്. എന്ത് വരും? തായ്ലൻഡ്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഇതാണ് നമ്മുടെ ചാനൽ സാക്സ് വെറൈറ്റീസ്. ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങ് എന്നറിയും. അപ്പോൾ ഇതിൻ്റെ തോല് കളയാണ്. ഇതിൻ്റെ ഒരു പകുതിയുള്ള ഞാൻ ഉപയോഗിക്കുന്നത്. 2 തരത്തിൽ മോഡലിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിനെ കട്ട് ചെയ്യാം. നമ്മളെ പൊട്ടറ്റോവും ഒക്കെ കട്ട് ചെയ്യുന്നില്ല, നീളത്തിൽ പൊട്ടറ്റോ ചിപ്സൊക്കെ ചെയ്യുന്ന അതേപോലെ അത് കുറച്ചൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ കൈ മുറിയുന്ന ശ്രദ്ധിക്കണം. കയ്യിൽ നിന്ന് വഴുക്കി വീണു പോവുകയും ചെയ്യും, കാരണം അതിനൊരു വഴുവഴുപ്പ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ മുറിക്കുക. ഇനി പൊട്ടറ്റോ കട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ നീളത്തിലിങ്ങനെ മുറിക്കുക. ഇത് നല്ലോണം കഴുകണം. കൂടാതെ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കും വേണത്. ശരിക്കും കഴുകണം. എന്താ കഴുകണം എന്താ വെച്ചാൽ ഇതിനൊരു മധുരത്തിൻ്റെ അംശമുള്ളതിനൊരു ഒട്ടൽ കൂടുതലായിരിക്കും. കൈമിലിങ്ങനെ ഒരു കറ പിടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇതേപോലെ നല്ലോണം അങ്ങോട്ട് കഴുകി മാറ്റി വെക്കുക. ഇനി ചീനച്ചട്ടി ഉണ്ട്. ചീനച്ചട്ടിയിലാണ് ഇത് പൊരിക്കാൻ ഉത്തമം. എന്താ വെച്ചാൽ ചൂട് നല്ലോണം നിൽക്കണം. അപ്പോൾ ചീനച്ചട്ടി അതിന് ഏറ്റവും ഉഷാറാണ്. അപ്പോൾ ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഈ ചട്ടി വെക്കുകയാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിക്കാൻ പോകുന്നത്. നമ്മുടെ പറമ്പിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണത്. അപ്പോൾ നല്ല ചൂടായി വരുന്ന സമയത്ത് ഒന്നിട്ട് വെക്കുക. ഇവിടുന്ന് നന്നായിട്ട് എണ്ണ ചിലപ്പോൾ മുകളിലേക്ക് തിരിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ടിടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ടൊന്ന് കയ്യിലുകൊണ്ടൊന്ന് ഇങ്ങനെ ഇളക്കുക. നല്ല ചൂട്, ഒരിക്കലും ചൂട് ഓർക്കരുത്. ഹൈ ചൂടിൽ എത്രയാണോ ഹൈ ചൂടുള്ള വെച്ചാൽ ആ ഹൈ ചൂടിലായിരിക്കണം ഇത് വെക്കേണ്ടത്. ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. ഇപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിങ്ങോട്ട് കോരി മാറ്റി വെക്കുകയാണ് ഒരു പ്ലേറ്റിലേക്ക്. ഇപ്പോൾ സംഭവം ഉഷാറായിരിക്കുന്നു. ഇതിന് നല്ലൊരു ലൈറ്റ് മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് ഇനി ഞാൻ വേറൊരു തരത്തിൽ ഇനി പൊരിക്കാൻ പോവാണ്. അപ്പോൾ ഇത് തോലൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇതേപോലെ നേരത്തെ അതേപോലെ തന്നെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൈ മുറിയുന്നത് ശ്രദ്ധിക്കണം. ഇതേപോലെ ഇച്ചിരി ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് കത്തിയോണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി ഇങ്ങനെ. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തോവും. ഈ കട്ടിങ് മെഷീൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തമം. പക്ഷേ ഇതിങ്ങനെ നീളത്തിലിങ്ങനെ കോലായി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇത് ഇതിനേപോലെ നല്ലോണം കഴുകുക. ശരിക്കും കഴുകിയിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ക്ലീൻ വാട്ടർ ആവുന്നവരെ കഴുകി വെക്കുക. ഇനി അതൊരു ഊറ്റി വെക്കുകയാണ്. കംപ്ലീറ്റ് ഊറ്റി വെച്ചിട്ട് വെള്ളമൊക്കെ പോയി കളഞ്ഞ ശേഷം ഒരു 3 തവണ കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇതും ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കറയൊക്കെ ശരിക്കും കൊണ്ട് പോയിക്കോളും. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്യാണ്. ശരിക്കും വെള്ളമൊക്കെ കളഞ്ഞു കഴിഞ്ഞ ശേഷം ഇതേപോലെ ഒരു നീളത്തിലുള്ളൊരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ നീളത്തിലാക്കി വെക്കുക, ഉരുട്ടി വെക്കരുത്. ഇത് ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോവാണ്. ഒരു ദിവസം ഫുള്ള് ഇത് ഫ്രീസറിൽ തണുപ്പിച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്, തണുപ്പിച്ചിരുന്നു. അപ്പോൾ കുറച്ച് ഐസൊക്കെ പിടിച്ചിരിക്കുന്നു. കംപ്ലീറ്റ് ഒന്ന് ഇളക്കി ശരിയാക്കി വെക്കുക. ഇനി നമ്മുടെ മുമ്പ് ചെയ്തിരുന്ന അതേ കലാപരിപാടി തന്നെ ചെയ്യുന്നത്, പക്ഷെ നല്ല ചൂടുണ്ടായിരിക്കണേ. അപ്പോൾ ഞാനിനി അടുപ്പ് കത്തിക്കാൻ പോവാണ്. നമ്മുടെ സ്ഥിരം ചീനച്ചട്ടി, എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഈ ചീനച്ചട്ടി തന്നെ പൊരിക്കാൻ പോകുന്നത്. നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കുന്നത്. പക്ഷെ ഇത് പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്, പുറത്തേക്ക് വല്ലാണ്ട് വരും. പക്ഷെ ഇതിനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് ചൂടാറും. അപ്പോൾ ചൂട് നല്ലോണം നോക്കണം. കുറച്ചുകൂടി ടൈം പിടിക്കും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. നേരത്തെ ഉപയോഗിച്ച് അതേപോലെ എല്ലാം ഉണ്ടാകുക. അപ്പോൾ ഇതുപോലെ അങ്ങനെ ശരിക്കും കൊണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് റെഡി ആക്കുന്നത്. ഇത് തായ്ലൻഡിൽ പോയ സമയത്ത് ഞാൻ വാങ്ങിയിരുന്നു. തായ്ലൻഡിൽ ഇത് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു കവറുണ്ട് എൻ്റെ അടുത്ത്, ആ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ. ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കറുമുറാനുണ്ടായിരിക്കും. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടം. ചെറിയൊരു മധുരമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ആ സ്വീറ്റ് പൊട്ടോൻ്റെ തായിൻ്റെ കവറാണിത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയ നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.